മച്ചന്മാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. അടുക്കളയിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. എന്താണെന്ന് അമ്മ തന്നെ പറഞ്ഞു. കാരണം ഇവിടെ മൊത്തം വഴക്കാണ്. എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഇവിടെ അപ്പനും ഞങ്ങളെല്ലാം തമ്മിലാണ് ഈ ഒരു കാര്യത്തിനെ ചൊല്ലി ഭയങ്കര വഴക്കാണ്. എന്താണ് പറയൂ? ചെലവാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം അറിയാലോ, ഒരു 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പഴയ ചെലവേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെന്ന് എവിടെ പഴയ ചെലവ് എന്ത് ഒരു നിമിഷം അത് ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് നമ്മൾ ഇപ്പൊ എടുത്തോണ്ട് വരുന്നതായിരിക്കും. അതേലായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ പയറ്റൊക്കെ. കാരണം അമ്മയ്ക്ക് ഈ നടുവേദനയൊക്കെ ഉള്ളത് കാരണം കാലിന് മുട്ടിന് വേണം. കാരണം അന്നത്തെ നമ്മുടെ ഒരു ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പഴയ വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന നാട്ടുമ്പുറത്തെ സ്റ്റൈല് ചിലവായിരുന്നു. സംഭവമൊക്കെ നല്ല ക്വാളിറ്റി എല്ലാം ഉള്ളതാണ്. പക്ഷെ കുഴപ്പം ഇത്ര ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള കറികളൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് തേങ്ങ അരച്ചിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് മീൻകറി. അപ്പം നിങ്ങൾക്ക് ആ മീൻകറി ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. എന്തായാലും പൊളിപ്പനായിട്ടുള്ള തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കി തരാണ് ഇവിടെ. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം പുള്ളിക്കാരി ഈ ഇടയ്ക്കായിട്ട് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി, അതേപോലെ തന്നെ തക്കാളിക്കറി, അതേപോലെ തന്നെ അല്ലാതുള്ള മീൻതോരനൊക്കെ ഉണ്ടാക്കുന്നതിൽ കുറച്ച് പിന്നോട്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ മാരാവൻ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പൊ പപ്പ അവിടുന്ന് പോയിട്ട് ഒരു സംഭവം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇതാണ് സംഭവം. ഒരു നിമിഷം. യെസ്, അപ്പം ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സംഭവം. കാണുമ്പം ഒരു സ്റ്റൂള് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ്, നല്ലൊരു സ്റ്റൂള് തന്നെയാണ്. പക്ഷെ ഈ സ്റ്റൂളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൂളിനെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റ് പോലെ ആക്കാം. അതിനുശേഷം ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമായത്. നോക്കിയേ, കിടിലൊരു ചിലവ്. അപ്പൊ ഈ ചിലവയ്ക്ക് എത്ര രൂപയായിരുന്നു വില? 1150. അപ്പൊ ഇതിന്റെ വില 1150 രൂപയാണ്. അപ്പൊ ഇതിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് ചെയ്യാൻ പാകത്തിനകത്ത് ഒരു കുഷ്യൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഫുള്ളി നമ്മുടെ സ്റ്റീലിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ ഇത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ക്വാളിറ്റിക്ക് വലിയ കുഴപ്പമില്ല, കളറും വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്ലേറ്റ് ഇവിടെ വെക്കാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ആക്കുന്നുണ്ട്, താഴെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് നമ്മൾ ഇതുവരെ ഉദ്ഘാടനം ചെയ്തില്ല. അപ്പം ഇന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പപ്പ ഇപ്പൊ അവിടെ ഒരു തേങ്ങ ചെയ്തോണ്ടിരിക്കുന്നു. കിട്ടുന്നൊരു മീൻകറിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള വാളക്കറി. ഓക്കെ, അപ്പൊ ആ സംഭവം തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പൊ ഇതാണ് സംഭവം, നോക്കിക്കോളുക. യെസ്, ഇതാണ് അപ്പൊ അതിന്റെ പ്രോഡക്റ്റ്. ക്വാളിറ്റിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഷീനും സംഭവമൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഉയരം ഉള്ളതുകൊണ്ട് ഇരുന്ന് ചെയ്യാൻ പാകത്തിന് നമുക്ക് ഇത്രയും നല്ല പാകത്തിൽ സംഭവം കിട്ടും. നോക്കിക്കോളൂ, ശരിയല്ലോ. ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിച്ചണിലൊക്കെ ഒരാൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കാം. ക്ഷീണിച്ച് കഴിയുമ്പോ ആ സംഭവം ആയിക്കോളൂ. അതേപോലെ തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എപ്പോഴും ബ്ലോക്ക് ചെയ്ത് വെച്ചോളുക. അപ്പൊ എന്തായാലും നമ്മൾ ഒഫീഷ്യലായിട്ട് ഈ ഒരു സാധനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ തേങ്ങ ഇവിടെ, തേങ്ങ പൊട്ടിച്ചോ. നല്ല കട്ടിയാണല്ലോ. പൊങ്ങാണോ? ആഹാ, വെള്ളമാണ്. നല്ല വെട്ടുകത്തിക്ക് മൂർച്ചയൊന്നുമില്ല കേട്ടോ. ദേ അമ്മയും തക്കടിച്ചു തുടങ്ങിയോ. നല്ല മൂർച്ചയുള്ള വെട്ടുകത്തിയാ കേട്ടോ. ഞാൻ എൻ്റെ വെള്ളത്തിന് കുടിച്ചോളൂ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? വെള്ളം എത്ര പറ്റുമെന്ന് പറയാൻ. വെള്ളം അത്ര സുഖമില്ല. പക്ഷെ തേങ്ങ നല്ല സ്വയംഭം തേങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ അല്ലല്ലോ, പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ. ഇത് ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. വരൂ സുസി, വരൂ, ഉദ്ഘാടനം ചെയ്താലും. വരൂ.
യെസ്. അപ്പം നമ്മളിതിങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നോക്കേ, നല്ല അപ്പം ഇത് എത്ര ഉയരം കാണും? അപ്പം എത്ര അടിയുടെ ഉയരം ഉണ്ട്? അപ്പം ഇത് 1.5 അടി ഉയരം ഉണ്ട് കേട്ടോ. 1.5 അടി ഉയരമുള്ളൊരു ടേബിളായിട്ട് നമുക്കൊരു സീറ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതേ സമയത്ത് മൾട്ടിപർപ്പസ് സംഭവമാണ്, സീറ്റായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് തേങ്ങ അരിക്കാം. അപ്പോൾ അതാ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം പ്രായമുള്ള കാലിനും മുട്ടിനും ഒക്കെ വയ്യായി വരുന്ന ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം വേദന വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും സാധനം എടുക്കട്ടെ, നമ്മളിപ്പം ഒഫീഷ്യലായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ്, ചെയ്യൂ. ചെയ്. വാവ്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാനുള്ളത്, ഇത്രയും വലിയ പാത്രം കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഈ കുഴിഞ്ഞ രീതിയിലുള്ള കുഴി വെക്കുന്ന പാത്രമാണെങ്കിൽ കറക്റ്റായിട്ട് താന്നിരിക്കും, തെറിച്ച് പോകത്തില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാകുവാണെങ്കിൽ ഇത് കുഴിഞ്ഞു പോകാനുള്ള ഒരു സംഭവമുണ്ട്. കുഴിയൻ പാത്രം ഉണ്ടോ അപ്പം? പക്ഷെ എന്തായാലും അമ്മയ്ക്ക് ഇനിയിപ്പോൾ നടുവേ മുട്ടിന് വേദന ഉണ്ടാകത്തില്ല, അതിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയും. ഇനിയിപ്പോൾ ഒരു കുഴിയൻ പാത്രം നമുക്ക് സെറ്റാക്കുവാണെങ്കിൽ സംഭവം അങ്ങനെയും കൂടെ ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും കുഴിയൻ പാത്രം ഉണ്ടോ? ഒരു കുഴിയൻ പാത്രം പപ്പ ദാ പോയി ഒരു കുഴിയൻ പാത്രം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. യെസ്, ദാ ഇങ്ങനത്തെ ഒരു പാത്രം വെക്കുന്നെങ്കിൽ സാധനം തെറിച്ച് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള പാത്രമാണ് ഇതിനപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. യെസ്, കൊള്ളാം. എങ്ങനെയുണ്ട് സൂസി സംഭവം? സൂപ്പറാണ്, കൊള്ളാം, ഹാപ്പിയാണ്. അപ്പോൾ ഇനി പരാതിയില്ലല്ലോ. ഇനി അപ്പോൾ വാളക്കറിയൊക്കെ, തേങ്ങ അരച്ചിട്ടുള്ള വാളക്കറിയും തക്കാളിക്കറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി തരുമല്ലോ.